ഹലോ ഗെയ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെടി കണ്ടിട്ടില്ലാത്തവരായിട്ട് തന്നെ ആരും കാണില്ല. വഴിയിലും പാറക്കെട്ടുകളിലും മതിലുകളിലുമൊക്കെ ധാരാളം കാണുന്ന ഒരു പായൽ ചെടി അഥവാ ഒരു പന്നൽ ചെടിയാണിത്. നമ്മളെല്ലാവരും പലപ്പോഴും ഇതിനൊരു വിലയും കൽപ്പിക്കാതെ ഇതിനെ പറിച്ച് പിഴുത് നമ്മൾ കളയുകയാണ് ചെയ്യാറ്. ഈ ചെടിയുടെ പേരാണ് പീലിയ മൈക്രോഫില്യ എന്നാണ്. ഇതിനെ പരിചരിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരിനം ചെടിയാണ്. നല്ല ബോട്ടിലുകളിലൊക്കെ വെച്ച് പരിചരിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല അലങ്കാര ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. മതിലുകളിൽ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇത് ബോട്ടിലിലേക്കാക്കി മാറ്റി വെക്കുമ്പോൾ ഇതിന് നല്ല ഭംഗി കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, പീലിയോ മൈക്രോഫില്യ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പൊക്കത്ത് വെറുതെ വന്നപ്പോൾ ഇത് തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ എടുത്ത വീഡിയോ ആണിത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് ഇതുപോലൊരു ഇഷ്ടിക ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇഷ്ടികയിൽ നിറച്ചും ഇത് തന്നെ വളർന്നതാണ്. അപ്പോൾ ഇതിന് വളരാൻ വേണ്ടി ഒത്തിരി വളവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയൊരു ഈർപ്പവും തണുപ്പും മാത്രം മതി ഇത് വളരാൻ വേണ്ടി. ഇഷ്ടികയാകുമ്പോൾ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് വെക്കും. അപ്പോൾ ആ വെള്ളം ശേഖരിച്ചാണ് ഇതിപ്പോൾ ഇത്രയും വളർന്ന് നിൽക്കുന്നത്. ഒന്നും സംഭവിക്കുന്നില്ല, ഞാൻ ഇതുപോലെ എടുത്ത് വെക്കുകയാണ്. നമ്മുടെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഒരു നല്ലൊരു സൗന്ദര്യ രമണീയമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. 500 രൂപയോളം വില വരുന്ന ഒരു ചെടിയാണ് നമ്മളിങ്ങനെ പാഴ്ചെടിയായിട്ട് വളർത്തിയെടുക്കാതെ ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് ഇതുപോലെ അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ഇത്രയും സാധനങ്ങൾ ആമസോണിൽ ഞാൻ എന്തോരം പറിച്ചു കൊടുത്താൽ എനിക്ക് എന്തോരം പൈസ കിട്ടും. പക്ഷെങ്കിൽ ഇതിന് അത്രത്തോളം വിലയുള്ള വലിയൊരു ചെടിയാണ്. അതിനെയാണ് നമ്മൾ വലുതെ പരിചരിക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിലും നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു പ്ലാന്റ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് നല്ലൊരു മനസ്സിന് കുളിർമയും അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതുപോലെ എവിടോട്ട് നോക്കിയാലും ഇതുപോലെ നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ പൊക്കത്താണ്, നിറച്ചും പായലും ഇതുപോലെ ചെടികളൊക്കെ വളർന്ന് നിൽക്കുകയാണ്. ഇതിപ്പം മഴ പെയ്ത് കഴിഞ്ഞൊരു സമയമാണ് കേട്ടോ. മഴ സമയത്താണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. വെയിലുള്ള സമയത്ത് ഇത് കരിഞ്ഞു പോകത്ത്. ഇതുപോലെ മതിലുകളിലൊക്കെ ഇതുപോലെ ഉണ്ടായി നിൽക്കും കേട്ടോ. ഇത് ചെറിയൊരു തണ്ട് പറിച്ച് നമ്മൾ എവിടെയെങ്കിലും നട്ടു വെച്ചാൽ മതി. അത് പിന്നെ ഫുള്ളങ്ങ് പടർന്ന് പിടിക്കും. ഞാൻ ഈ ചെടി വെച്ചിട്ട് കുറേ ഷോർട്സും വീഡിയോസും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേരും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനത് സെർച്ച് ചെയ്ത് നോക്കുകയും അപ്പം തന്നെ ഞാനത് ആമസോണിൽ നോക്കുമ്പോൾ ഇതിന് ഇത്രയും വിലയാണെന്ന് കണ്ടതും ഒക്കെ അന്നേരപ്പോഴാണ്. ഇത് സൂം ചെയ്ത് ഇതിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ വേണ്ടി. ചെറിയ ഇലകളാണ്, പക്ഷെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ സൂം ചെയ്തെടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ വലിയ എന്തോ മരങ്ങൾ നിൽക്കുന്നത് പോലെ തോന്നും. അതുപോലെയാണ് നിൽക്കുന്നത് കാണാൻ. നല്ല ഭംഗിയാണ്, നല്ല ഇലകളാണ്. ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.